വന്നിക്കാണ്. പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാരും ഞങ്ങളെ നോക്കുക. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയനെയും കൂട്ടിയിട്ട് ഞങ്ങള് മെറൈൻ ഡ്രൈവ് വരെ വന്നിക്കാണ്. പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആളെ എനർജിയാണ് കേട്ടോ, എന്നെക്കായാലും എനർജി ആയിട്ടാ നിക്കണേ. അപ്പൊ ഉള്ള ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ എല്ലാവരും മുന്നിൽ വന്നിട്ട് ലൈവായിട്ട് നിന്ന് പറയണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോ എന്റെ കൈകാല് വിറക്കേറി ഉള്ള ധൈര്യത്തിൽ ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകാനും നമുക്ക് നമ്മുടെ കൊച്ചി ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാൻ പറക്ക കളിക്കാം. എനിക്കൊന്ന് മാത്രം അറിയാം, ആ കാണുന്നത് മഴവിൽപ്പാലാണ്. ഇത് മാത്രം അറിയാം, അറിയില്ല. പിന്നെ എവിടെ ഫോട്ടോഷൂട്ട് എടുത്തെന്ന് വെച്ചാൽ നല്ല രസമുണ്ടായില്ലടാ. നമുക്ക് നൈറ്റ് ഇവിടെ വന്നിട്ട് പറക്ക കളിക്കാം. ട്രെൻഡ് നമുക്ക് ആ ഫ്ലാറ്റൊക്കെ എന്ത് രസമല്ലേ. സൈലന്റ് ഏരിയ, കുറേ കിളികൾ, കുഞ്ഞു കുഞ്ഞു പശുക്കളുടെ. ഓക്കെ, നമ്മൾ ഇവിടെ ഇതിനെ പറ്റി പറയുകയാണെങ്കിലേ ഇത് പാത്വേ ആണ്. ഇവിടെ വൈകുന്നേരങ്ങളിലും പിന്നെ രാവിലെയും ഒക്കെ ആൾക്കാർ നടക്കാനും യോഗ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്ലേസാണ് കേട്ടോ. ഇവിടെ സൈലൻറ്റ് പ്ലേസാണ്. എനിക്ക് കൂടുതലും അപ്പുറത്തില്ല, ഇതിങ്ങനെ നേരെ ഉണ്ട്, പക്ഷെ ഒരു കട്ടായിട്ടാണ് അവിടെ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് പോവുക. അപ്പോൾ ആ ഭാഗത്തേക്കായാലും കൂടുതൽ എനിക്കിഷ്ടം ഈ ഭാഗമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നല്ല സൈലൻ്റ് ഏരിയ ആണ്. ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഫീല് കിട്ടും അവിടത്തേനേക്കായിട്ട്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ കുറേ മരങ്ങളുണ്ട്, അതുകൊണ്ട് ആൾക്കാർ അവിടെ വന്ന് ഇരിക്കുന്നു, തണലും കാര്യങ്ങൾ. പക്ഷേ ഇവിടേക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു വെയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അടിപൊളിയാണ് ഇവിടെ. കുറച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ സൂപ്പറാണ്. പിന്നെന്താ പറയുക, ഇവിടെ ഈ സ്ഥലം നമ്മൾ കുറേ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ആ കാണുന്ന സ്ഥലമാണെങ്കിലും നമ്മൾ മൂവിയിൽ വെള്ളി നക്ഷത്രത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം ഞാൻ അവസാനമായിട്ട് കണ്ടത് നമ്മുടെ ഹൃദയം മൂവിയിൽ, അതിൽ കുട പിടിച്ച് ഓടുന്ന ആ സ്ഥലം, ആ വിവാദമൊക്കെ ഉണ്ടായ സ്ഥലമാണ് ഇത്. അങ്ങനെയൊക്കെയാണ് ഇതിനെ പറ്റിയുള്ള പ്രത്യേകത. ഇവിടെ ഇങ്ങോട്ട് ഒന്ന് സൂം ചെയ്ത് കാണിക്കടാ. ആ കാണുന്നതുണ്ടോ ഒരു മരം, അവിടെയാണ് കേട്ടോ ബോൾഗാട്ടി പാലസ്. നമ്മുടെ വെള്ളി നക്ഷത്രമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ആ കാണുന്നത്. ഇവിടുന്ന് കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? ആ കാണുന്നു. അവിടേക്ക് ഒരു ദിവസം നമുക്ക് പോവാട്ടോ. ഞാൻ പറഞ്ഞില്ലേ യോഗയൊക്കെ ചെയ്യുന്ന എക്സസൈസ്, ഇത് ക്യൂൻസ്വേലുണ്ടായിരുന്നു ഈ സംഭവം. ഞാനിത് എവിടെ കണ്ടാലും അതിന് പറ്റി കിട്ടുക. എങ്ങനെയാന്ന് എനിക്കറിയില്ല. എനിക്ക് എത്തൂല. അപ്പം നമ്മുടെ പാലത്തിൻ്റെ ഏറ്റവും അവസാനം എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് പോകാന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ പണി നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവിടെ ഒന്നും കാണാനില്ല. അവിടെ നിന്ന് ഇതുവരെ വരുന്ന പിന്നെ എത്ര തന്നെ ഉള്ളൂട്ടോ അവിടുത്തെ കാണാൻ. അപ്പോൾ നല്ല വെയിലുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് പോകണം. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് ഞമ്മലും കഴിച്ചിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് കണ്ടു പോയാൽ പോരെ? ഓക്കെ. വാങ്ങാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. എന്താ കഴിക്കാൻ പോണേ? മന്തിയാണോ വേണ്ടേ? ചിക്കൻ ബിരിയാണി ആയാലും മന്തി. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, അടിപൊളിയാണോ? ഉറപ്പല്ലേ? ശരിക്കും കടക്കൊരു പ്രമാസം കഴിക്കാം. എൻ്റെ ബിരിയാണി, സോറി ബിരിയാണി കേട്ടോ, മറ്റേ മന്തിയാണ്. അവിടുന്ന് ഇതുവരെ നടന്നിട്ട് എങ്ങനെയുണ്ട്? ഇതൊക്കെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു.
അവിടെ നിന്ന് ഇതുവരെ നടക്കുമ്പോഴേക്ക് ഉപ്പാടെ ഇളകി. മറ്റേ നമ്മൾ മുമ്പ് ഹിൽ പാലസ് പോയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഇവിടെയും. മെറൈൻ ഡ്രൈവിന്ന് മേനകയുടെ അങ്ങേ അറ്റം വരെ നടക്കുമ്പോഴേക്കും വയ്യാണ്ടാവും. പിന്നെ ഞാൻ ചോട്ടാ ബേബി ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് ഹീലുള്ള ചെരുപ്പിട്ടിക്കണ്, അപ്പോൾ ഒന്നുകൂടെ കാല് കടയുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു പനിയുണ്ട്, അപ്പോൾ തണുപ്പ് തട്ടുമ്പോൾ മൂക്ക് കൂടുതൽ അടയുന്നുണ്ട്, അപ്പോൾ സൗണ്ടിന് കുറച്ച് കുറവുണ്ടായിരിക്കും, ക്ഷമിക്കണം. പിന്നെ ഇപ്പം തൃശ്ശൂരുകാരൻ, ഞാനും തൃശ്ശൂരുകാരനാണ്, പക്ഷെ ഇപ്പോൾ കൊച്ചിയിലായതുകൊണ്ട് ഞാൻ കൊച്ചിക്കാരിയായി. അടാ നീ നിന്റെ ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് ആയിട്ടോ. ചെടി ഒരു ദിവസം വെള്ളത്തിലെ പച്ച കളറാവും, ഒരു ദിവസം വെള്ളത്തിൽ വെച്ചാൽ ഇതാ കളറാവും. പിന്നെ ബട്ടറിലെ ഗ്ലാസ്സിലെ കുപ്പിയിൽ 3 വർഷം നിൽക്കും മേഡം. ഒരെണ്ണം 30 രൂപ, ഇതാ 1 പീസ്, ഇത് 3 പീസ്. രണ്ടുപേരും വരുമ്പോൾ ഞാൻ ഇവൻ്റെ ഏകദേശം ഹൈറ്റാണ് കണ്ട, ഇത്ര ഉണ്ട്. എല്ലാവരും ഞങ്ങളെ നോക്കുക. ചായ കുടിച്ചാലോ? എന്താ ഉണ്ട്? നമുക്ക് പോവാ.